ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. ഓക്കെ, വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടാവും. ആ സർക്യൂട്ടിൽ ഇപ്പോൾ 4 5 റെസിസ്റ്റൻസ് അല്ലെങ്കിൽ 3 4 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. അതിൽ ഒരു റെസിസ്റ്റൻസ് അൺനോൺ ആയിരിക്കും. അല്ല, അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. 3 റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ 3 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ 3 റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾക്ക് അറിയാം. അതിൽ 4ാമത്തെ റെസിസ്റ്റൻസ് നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വീസ്റ്റൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താണ് വീസ്റ്റൺ ബ്രിഡ്ജിൽ പഠിക്കുന്നതിന് മുന്നേ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം, വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ നമുക്ക് വൃത്തിയായി വരയ്ക്കണം. എന്ന ശേഷം വീസ്റ്റൺ ബ്രിഡ്ജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം കാണുന്ന ഒരു ടോപ്പിക്കാണ് വീസ്റ്റൺ ബ്രിഡ്ജ്. ശ്രദ്ധിച്ചോളൂ. ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, വേറെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ഇത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് ഡി ആണ്. ഇനി ഈ 2 പോയിന്റുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗാൽവാനോമീറ്റർ കണക്ട് ചെയ്യും. ഇതാണ് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ പിക്ചർ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കൊടുക്കാം? PQRS കൊടുക്കാം അല്ലെ? അപ്പൊ നമുക്ക് P കൊടുക്കാം, ഇത് Q കൊടുക്കാം, ഇത് PQRS കൊടുക്കാം. ഓക്കെ ഇനി ഇവിടുന്ന് കറണ്ട് വരുന്നു. ഇതാ ഈ കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് ഇവിടുന്ന് ഫ്ലോ ചെയ്യും. ഓക്കെ, I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടുന്ന് ഫ്ലോ ചെയ്യാണ്. I വന്ന കറണ്ട് ഇവിടെ എത്തി. I എന്നൊരു കറണ്ട് എവിടെ എത്തി? ഈ A എന്ന പോയിന്റിലെത്തി. ശ്രദ്ധിച്ചിരുന്നോളൂ, ഈ കറണ്ടിന്റെ ഡയറക്ഷൻ വരയ്ക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയറക്ഷൻ വരയ്ക്കുന്നത് അറിഞ്ഞിരിക്കണം. I എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോ ഈ I എന്ന കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ആയി പോയി. ഒന്ന് I1 എന്ന കറണ്ടും വേറൊന്ന് I2 എന്ന കറണ്ടും രണ്ടായി സ്പ്ലിറ്റ് ആയി അല്ലേ? അപ്പൊ ഇവിടെ എത്തി. ഇവിടെ എന്താണ്? I1 എന്ന കറണ്ട് എത്തി. ഇവിടെ എന്തായി? I2 എന്നൊരു കറണ്ട് കിട്ടി. ഓക്കെ, ഇനി I1 എന്ന കറണ്ട് എവിടെ എത്തി? B എന്ന പോയിന്റിൽ എത്തി. ഓക്കെ, I1 എന്ന കറണ്ട് എവിടെ എത്തി? B എന്ന പോയിന്റിൽ എത്തി. ഇനി അവിടെ നിന്നും ഈ I1 കറണ്ട് വീണ്ടും സ്പ്ലിറ്റ് ആവുകയാണ്. എങ്ങനെ സ്പ്ലിറ്റ് ആയി? ഇവിടേക്ക് കയറി, ഇവിടേക്ക് ഇറങ്ങി. ഇത് IG എന്നൊരു കറണ്ട് ആയി. ഗാൽവാനിക് കറണ്ട്, ഗാൽവാനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഗാൽവാനിക് കറണ്ട് IG എന്ന കറണ്ട് ആയി. ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തായി? I1 മൈനസ് IG ആയി മാറി. ഓക്കെ, അപ്പോ ഈ കറണ്ട് എന്തായി? ഇവിടെ എത്തി. ഇതും IG കറണ്ട് ആണ്. ഇനി ഈ IG കറണ്ടും I2 കറണ്ടും ഇവിടെ എന്തായി? ജോയിൻ ചെയ്യാണ്. രണ്ടും കൂടി എന്ത് ചെയ്തു? ജോയിൻ ചെയ്യാണ്. അപ്പൊ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്തായി? I2 പ്ലസ് IG ആയി. ഇതിലൂടെ പോകുന്ന കറണ്ട് I2 പ്ലസ് IG ആയി. ഇവിടെ എത്തുന്ന കറണ്ട് I1 മൈനസ് IG ആയി. ഇനി ഇവിടെ എന്തായി മാറും? കറണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് I കറണ്ടായി മാറും. ഇങ്ങനെയാണ് എന്ത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇത് വൃത്തിയായി മനസ്സിലാക്കണം. ഒന്നുകൂടി പറയാം എങ്ങനെയാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുള്ള കാര്യം. I എന്ന കറണ്ട് A എന്ന പോയിന്റിലെത്തി. A എന്ന പോയിന്റിൽ നിന്നും I1 കറണ്ടായി I2 കറണ്ടായി 2 കറണ്ടായി സ്പ്ലിറ്റ് ആയി. I1 കറണ്ട് B എന്ന പോയിന്റിലെത്തി.
അവിടെ നിന്നും എന്ത് I1 എന്ന കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ആയി. ഒരു കറണ്ട് IG ആയി, ഒരു കറണ്ട് I1 മൈനസ് IG ആയി അല്ലെ. I1 നിന്നും IG കുറച്ച് കറണ്ട് ഇതിലേക്ക് പോയി, IG കറണ്ട് ഇതിലേക്ക് വന്നു. ഇനി IG കറണ്ട് ഏതിൽ വരുന്നുണ്ട്? ഇതിലേ വരുന്നുണ്ട്. I2 കറണ്ട് ഇവിടെ വരുന്നുണ്ട്. IG കറണ്ട് ഡിയിലേക്ക് വരുന്നുണ്ട്. I2 കറണ്ട് ഡിയിലേക്ക് വരുന്നുണ്ട്. രണ്ടും കൂടി ചേർന്നപ്പോ I2 പ്ലസ് IG ആയി അല്ലെ. I1 മൈനസ് IG യും I2 പ്ലസ് IG യും കൂടി ചേരുന്ന സമയത്ത് എന്ത് കൂട്ടി? I എന്നൊരു കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ പിക്ചർ. ഈ പിക്ചർ വൃത്തിയായി പഠിച്ചിരിക്കണം, വൃത്തിയായി വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്യാം. കൺസിഡറിങ് ലൂപ്പ് A B D A. ശ്രദ്ധിച്ചോളൂ, ഇതാണ് ലൂപ്പ് A B D A. ലൂപ്പ് കൺസിഡർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഒരു ലൂപ്പ് കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് റൂൾ അപ്ലൈ ചെയ്യുക? കിർച്ചോഫ് ലോയില് നമ്മൾ ഇത് ജംഗ്ഷനിലെ നമ്മളിത് ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ്, അതുകൊണ്ട് നമുക്ക് ഇത് ഏത് ലോ അപ്ലൈ ചെയ്യണം? കിർച്ചോഫ് സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യണം, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ് ലൂപ്പ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം? ഇവിടെ നിന്ന് പോവാണെന്ന് വെക്കും, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് അല്ലെ. കൈ വിരൽ, എന്റെ വിരൽ ഇതാ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, P എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ഇതാ P എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. അവിടെ എന്തുണ്ട്? I1 എന്നൊരു കറണ്ട് ഉണ്ട്. അത് പോസിറ്റീവ് നെഗറ്റീവാ? പോസിറ്റീവ് ആയിരിക്കും, കാരണം കറണ്ട് ഡയറക്ഷനിലൂടെ തന്നെയാണ് എന്റെ കൈ വിരലും പോകുന്നത്. എന്നുവെച്ചാൽ ആരോ മാർക്കിന്റെ അതേ ഡയറക്ഷനിലൂടെ തന്നെയാണ് എന്റെ വിരലും പോകുന്നത്. ഇനി ഇതാ ഈ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ എന്തുണ്ട്? IG എന്നൊരു കറണ്ട് ഉണ്ട്. എന്താ പറഞ്ഞത്? പ്രൊഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് കറന്റ് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇവിടെ കറണ്ട് IG എന്നൊരു കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടോ? ഉണ്ട്. ഈ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇതാ നമുക്ക് IG ഇൻറ്റു G എന്ന റെസിസ്റ്റൻസ് പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണ് വരിക. ഓക്കെ, ഇനി ഇതെവിടെ എത്തി? ഇനി എവിടേക്കാണ്? എന്റെ വിരൽ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, മുകളിലേക്കാണ്. ഇതല്ല ലൂപ്പ്, മുകളിലേക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ എന്ത് റെസിസ്റ്റൻസ് ഉണ്ട്? R എന്ന റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. PQR ല് R ഉണ്ട്. ഏത് കറണ്ട് ആണ്? I2 എന്നൊരു കറണ്ടും ഉണ്ട്. അപ്പൊ അവിടെ എങ്ങനെ എഴുതാം? I2R എന്ന് എഴുതാം. ഇനി പോസിറ്റീവ് നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്? എന്റെ വിരല് ഈ കറണ്ട് ആരോ മാർക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് എടുക്കാം. ഈസ് ഈക്വൽ ടു 0. എന്നുള്ള 0 എടുത്തത് അവിടെ EMF ഇല്ല അല്ലെ. EMF ഇല്ല. നമ്മൾ അവിടെ ഈസ് ഈക്വൽ ടു I1 R1 പ്ലസ് I2 R2 എന്ന് എടുത്തത്. പക്ഷെ ഇവിടെ EMF ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 എടുത്തു. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ 1 നോക്കാം. അവിടെ കിടക്കട്ടെ. ഇനി ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ് B C D B. ലൂപ്പ് സെക്കൻഡ് ലൂപ്പ് B C D B. B C D B അല്ലെ. ഇതേപോലെ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഇവിടെ നിന്നാണ് BC ആണല്ലേ തുടങ്ങുന്നത്. ഇതേ ഡയറക്ഷൻ, കൈ പോകുന്നു അതേ ഡയറക്ഷൻ തന്നെയാണ് കറണ്ട് പോകുന്നത് അല്ലെ. അവിടെ എന്തുണ്ട്? Q എന്ന് പറയുന്ന റെസിസ്റ്റന്റ് ഇൻറ്റു എന്താ ഉള്ളത്? I1 മൈനസ് IG അല്ലെ. പോസിറ്റീവ് നെഗറ്റീവോ? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയാണ് വരുന്നത്. എന്റെ വിരൽ അങ്ങോട്ട് ഇങ്ങനെ ആരോ മാർക്കിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വരുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം? നെഗറ്റീവ് സൈൻ ഉണ്ടായിരിക്കണം. ഇനി അവിടെ ഏത് റെസിസ്റ്റൻസ് ആണ്? S എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. S എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഇനി കറണ്ട് ഏതാ ഉള്ളത്? അവിടെ I2 പ്ലസ് IG എന്ന കറണ്ട് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി എന്റെ വിരൽ എവിടേക്കാ പോകുന്നത്? മുകളിലേക്കാ പോകുന്നത് ഇതല്ലേ. PCDB ആണ്. അപ്പൊ ഇങ്ങനെ വന്നു ഇനി മുകളിലേക്കാ പോകുന്നത്. മുകളിലേക്ക് വരുമ്പോ ആരോ മാർക്ക് എങ്ങോട്ടേക്കാ? താഴോട്ടാണ്. അതുകൊണ്ട് ആരോ മാർക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്ത് പോകുന്നത്? എന്റെ വിരൽ പോകുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? അവിടെ ഒരു മൈനസ് സൈൻ വേണം. ഇനി അവിടെ എന്തുണ്ട്? റെസിസ്റ്റൻസ് G എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അതോടൊപ്പം എന്തും കൂടി ഉണ്ട്? അവിടെ IG എന്ന് പറയുന്ന ഒരു കറണ്ടും കൂടി ഉണ്ട്. ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി ഒരു നിയമമുണ്ട്. ഒരു വീസ്റ്റൺ ബ്രിഡ്ജിൽ ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ PQRS എന്ന് പറയുന്ന 4 റെസിസ്റ്റൻസിന് ഒരു റെസിസ്റ്റൻസ് അൺനോൺ ആയിരിക്കും.
ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഐ ജിയിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എങ്ങനെ 0 ആക്കാൻ പറ്റും? നമ്മൾ പിന്റെയും ക്യൂവിന്റെയും ആറിന്റെയും എസിന്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഐ ക്യൂയിലൂടെ അല്ലെങ്കിൽ ജിയിലൂടെ പാസ് ചെയ്യുന്ന ഐ ജി കറന്റിന് 0 ആക്കണം. ഓക്കെ, അപ്പൊ ഐ ജിന്റെ വാല്യൂ എന്തായിരിക്കും? 0. നമ്മൾ കൺസിഡറിങ് when IG is equal to 0. IG is equal to 0. IG ന്റെ വാല്യൂ 0 ആണ് എന്ന് എടുക്കണം. നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജിൽ മെയിൻ ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന 3 റെസിസ്റ്റൻസിൽ ഒരു റെസിസ്റ്റൻസ് അൺനോൺ ആണ്. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പി ക്യു ആർ എസ് എന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഐ ക്യൂയിലൂടെ അല്ലെങ്കിൽ ജിയിലൂടെ പാസ് ചെയ്യുന്ന ഐ ജി കറന്റിനെ 0 ആക്കണം. അങ്ങനെ 0 ആക്കി കഴിഞ്ഞാൽ ഐ ജി സിക്വൽ 0 ആയി. അപ്പോ ലൂപ്പ് 1 ഒന്നാമത്തെ ഇക്വേഷൻ എന്തായി മാറും? നോക്കൂ, പി ഐ വൺ പ്ലസ് 0 മൈനസ് ഐ ടു ആർ ഇസ് ഇക്വൽ 0. ദാറ്റ് മീൻസ് പി ഐ വൺ മൈനസ് ഐ ടു ആർ ഇസ് ഇക്വൽ 0. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ ഒന്ന് കൊടുക്കാം, 3 എന്ന് കൊടുക്കാം അല്ലെ? ഇത് അങ്ങനെ ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഇനി ഫ്രം ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ൽ നിന്ന് ഐ ജിന്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? ക്യൂ ഐ വൺ, ഇവിടെ ക്യൂ ഐ വൺ ഐ ജി സിക്ക് 0 ആണ്, മൈനസ് എസ് ഐ ടു ഐ ടു 0, ഈ വാല്യൂ 0 ആവും. ഇത് 0 ആയി. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. ഇങ്ങനെ പി ഐ വൺ ഈസ് ഈക്വൽ ടു ആർ ഐ ടു എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന് ഈ ഇക്വേഷന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ക്യൂ ഐ വൺ ഈസ് ഈക്വൽ ടു എസ് ഐ ടു, ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി dividing equation number 3 by equation number 4. Equation number 3 by equation number 4. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിക്കോളൂ, പി ഐ വൺ ഡിവൈഡ് ബൈ ക്യൂ ഐ വൺ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ആർ ഐ ടു ഡിവൈഡ് ബൈ എസ് ഐ ടു എന്ന് കിട്ടി. ഐ വൺ ക്യാൻസൽ ആയി, ഐ ടു ക്യാൻസൽ ആയി. പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വീസ്റ്റൺ ബ്രിഡ്ജ് സർക്യൂട്ട്. ഇതാണ് പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ബൈ എസ്. ഇതാണ് ഒരു വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതില് ഇപ്പൊ പി അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആറും എസും ക്യൂവും അറിയാം. പി അറിയില്ലെങ്കിൽ ഇതൊന്നും പി കണ്ടുപിടിക്കാം. ആർ അറിയില്ല, പിയും ക്യൂവും എസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്നും എന്ത് ആർ കണ്ടുപിടിക്കാം. ഇനി ക്യൂ അറിയില്ല, പിയും ആറും എസും നമുക്ക് അറിയാമെങ്കിൽ ക്യൂ കണ്ടുപിടിക്കാം. എസ് അറിയില്ല, പിയും ആറും ക്യൂവും അറിയാം, എസ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം ഒരു അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് വൃത്തിയായി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൃത്തിയായി പഠിക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഈ പിക്ചർ വൃത്തിയായി വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. ഓക്കെ.